ഇത് ഇപ്പോൾ ഈ റാഗിങ്ങിലേക്ക് സ്പെസിഫിക് ആയി വന്ന ഡോക്ടർ മോഹൻ റോയ്, ഇതിന് പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്? ഇപ്പോൾ നല്ല റാഗിങ്, ചീത്ത റാഗിങ് എന്നൊക്കെ ഉണ്ടോ എന്ന ചോദ്യം. ഇതിൽ ചില കാര്യങ്ങളൊക്കെ ചിലർ പറയുന്നത് ചില സമയത്തൊക്കെ റാഗിങ് എന്നുള്ളത് പോസിറ്റീവായി മാറാറുണ്ട്. അതായത് ഇപ്പോൾ അന്തർമുഖരായിരിക്കുന്ന കുട്ടികളെ കുറച്ചുകൂടി പുറത്തേക്ക്, അവരുടെ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് പോസിറ്റീവായ റാഗിങ്, അതിനെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം വേറെയാണ്. പക്ഷേ ഇത് ചില വാദങ്ങളാണ്. ഞാൻ താങ്കളോട് സംശയമായി ചോദിക്കുകയാണ്. അങ്ങനെയുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്, ചിലരുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ പോസിറ്റീവ് തരത്തിൽ ഉള്ള റാഗിങ് ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. അത് നല്ലതാണ് എന്ന് പറയുന്ന ചില വാദമുഖങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പം നമ്മൾ ഈ കേട്ടുവരുന്നതൊന്നും ഇതല്ല. ഇത് ആക്രമണമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ്, ഇതിൻ്റെ പിന്നിലുള്ളൊരു മനഃശാസ്ത്രം എന്താണ് ഡോക്ടർ മോഹൻ റോയ്? അല്ല, വളരെ രസകരമാണ് ഈ കാര്യം. അതായത് നല്ല കൊലപാതകവും ചീത്ത കൊലപാതകവും ഉണ്ടോ? അതായത് സമൂഹത്തിന് കുഴപ്പക്കാരായ കുറച്ച് പേരെ അങ്ങ് കൊന്നാൽ അത് നല്ല കൊലപാതകമാണ്. അല്ല, അങ്ങനെയല്ല, ഗുണം ചെയ്യുന്ന ആൾക്കാരെ കൊന്ന ചീത്ത കൊലപാതകം എന്ന് പറയുന്നത് പോലെ തന്നെ ബാലിശവും അശാസ്ത്രീയവുമായ ഒരു വാദമാണ്. നോക്കൂ, ഈ റാഗിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ പുറത്തുള്ള, മനോനിലയുടെ പുറത്തുള്ള ഒരാക്രമണമാണ്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ലെന്നേ. നമ്മളെന്താ വിചാരിക്കുന്നത്? അന്തർമുഖത, അല്ലെങ്കിൽ നിങ്ങൾക്കത് സോഷ്യൽ ആങ്സൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടായ വ്യക്തിത്വ പ്രശ്നമായിരിക്കും. ഇതിനൊക്കെ ശാസ്ത്രീയമായ ചികിത്സകളുണ്ടെന്നേ. ഇതൊക്കെ ചികിത്സിക്കാനാണോ മുതിർന്നവർ? ഇനി ഇതൊക്കെ ചികിത്സിക്കാനാണ് റാഗ് ചെയ്യുന്നതെങ്കിൽ ഈ ചെയ്യുന്നവർക്ക് ഇതൊന്നും ഇല്ല എന്നാണോ? ഇനി ഇവരാണോ ഇത് നടത്താൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ? ഇതൊക്കെ വെറും, നമ്മുടെ ഈ പുതിയ ജനറേഷൻ്റെ ഭാഷ എടുത്തു കഴിഞ്ഞാൽ വെറും വാഴവാദമാണെന്ന് പറയേണ്ടി വരും. ഇനി ഈ വാഴവാദത്തെ അനുകൂലിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. അതിൽ നിർഭാഗ്യവശാൽ പല കോളേജുകളിലെയും, പ്രൊഫഷണൽ കോളേജുകളിൽ ഉൾപ്പെടെ അധ്യാപകന്മാരും അധ്യാപികമാരും ഉണ്ട്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഇത് നമ്മൾ ഈ വിഷയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഈ ഇര വേട്ടക്കാരനാവുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു കോളേജിൽ ഇത് പണ്ടേ തുടരുന്നു എന്ന് വിചാരിക്കുക. ഈ റാഗിങ് എന്ന് പറയുന്ന ഈ കലാപരിപാടി നിർത്തണമെന്നുണ്ടെങ്കിൽ 2-3 ബാച്ചിൽ അതങ്ങ് ഇല്ലാതാക്കണം. അല്ലാതെ ഇത് കിട്ടിയവൻ ഇനി ഭാവിയിൽ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കും. അതാണ് പലയിടത്തും ഈ സംഭവിക്കുന്നത്. മുൻപ് ഒരിക്കൽ റാഗിങ്ങിന് ഇരയായിട്ടുള്ള ഒരാൾ പിന്നീട് അതൊരു പ്രതികാര മനോഭാവത്തോടെ അടുത്തയാൾക്ക് ഞാനിത് കൊടുത്തിരിക്കുമെന്ന ആ ഒരു മനോഭാവം, അതും ഒരു പ്രശ്നമാകാറുണ്ട് അല്ലേ? അതെന്ത് അപകടമാണെന്നറിയാമോ യഥാർത്ഥത്തിൽ? അതിനെന്താ ചെയ്യേണ്ടത്? ഈ റാഗിങ് എന്ന് പറഞ്ഞ പരിപാടി ഇടപെട്ട് അങ്ങ് നിർത്തലാക്കണം. സംവിധാനങ്ങൾ തന്നെ ഇടപെടണം. ഇപ്പോൾ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയ സമയത്ത് പല പ്രൊഫഷണൽ കോളേജുകളിലും ഹോസ്റ്റലുകളിൽ ഫാക്കൽറ്റി രാത്രി സന്ദർശിക്കണം. ഫാക്കൽറ്റി രാത്രി സന്ദർശിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇപ്പോൾ ജോലി ചെയ്യുന്ന കൊല്ലം മെഡിക്കൽ കോളേജിലും ഉൾപ്പെടെ ഇത്തരത്തിൽ ഫാക്കൽറ്റി മെമ്പർമാർ കോളേജുകളിൽ ഹോസ്റ്റലുകൾ സന്ദർശിക്കേണ്ടതുണ്ട്. അവിടെ അവർ ഒപ്പിടേണ്ടതുണ്ട്. അവിടെ അവർ കുട്ടികളുമായി നടക്കുന്നുണ്ടോ ഡോക്ടർ മോഹൻ റോയ്? ഇപ്പം നമ്മൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കത് എന്തൊക്കെയാണ് അവിടെ ആ കുട്ടികൾ ചെയ്തു കൂട്ടിയത് എന്നത് പറയാൻ പോലും നമുക്ക് പറ്റില്ല. അത്രയ്ക്ക് ഹീനമായ തരത്തിലായിരുന്നു റാഗിങ് എന്ന പേരിൽ അവർ കാണിച്ചു കൂട്ടിയത് അവിടെ. പക്ഷെ വാർഡനൊന്നും ഇതൊന്നും അറിയുന്നില്ല എന്നാണ് അവർ അന്ന് പറഞ്ഞത്. അല്ല, അവിടെ അന്വേഷണം നടത്തിയപ്പോൾ വ്യക്തമായത് അതാണ്. അതിൻ്റെ പുറത്ത് ശക്തമായ മാതൃകാപരമായ നടപടികൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്നത് എന്നറിയാം. ഇപ്പോൾ ഇതിന് ഒരു ഫാക്കൽറ്റി മെമ്പർ, ഞാനങ്ങ് വ്യക്തമായി പറയട്ടെ, ഞാനും മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ തന്നെ. ഒരു ഫാക്കൽറ്റി മെമ്പർ ഇതിന് കുടപിടിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ടിയാനും ഇത് പണ്ട് കിട്ടിയിട്ടുണ്ടാവും, അല്ലെ ടിയാൻ ഇത് കൊടുത്തിട്ടുള്ള ആളാവും. അപ്പോൾ അന്ന് കിട്ടിയതിൻ്റെ ഇത് ഇവനുമൊക്കെ ഇത് ഇച്ചിരി കിട്ടട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് കിട്ടിയാൽ നന്നാവുമെന്ന് വിചാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വാഴവാദത്തിനപ്പുറം മറ്റൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിലൊരു മാനസിക പ്രശ്നമായി കാണേണ്ടതുണ്ട്. ഒരു സീറോ ടോളറൻസ് പോളിസിയാണ് റാഗിങ്ങിനെതിരായിട്ട് വേണ്ടത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ പിതാവ് ഇവിടെയുണ്ട്. യഥാർത്ഥത്തിൽ ഞാനത് വേറൊരു പോയിന്റിനും കൂടി പറയാനിരുന്നതാണ്. ഇത് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന പോലെ, നോക്കൂ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കുട്ടി, ഒരു പിതാവ് പരാതിയും കൊണ്ടുപോയാൽ എന്താ അവിടുത്തെ പോലീസ് സംവിധാനം ചെയ്തത്? നോക്കൂ, ബാലസൗഹൃദ സംവിധാനമാണെന്ന് നമ്മൾ പറഞ്ഞത്. സംവിധാനങ്ങൾ മുഴുവൻ ബാലസൗഹൃദമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിതാവ് പറഞ്ഞനുസരിച്ച് 3:30 മണി മുതൽ 9:30 മണി വരെ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തലാണോ നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സൗഹൃദ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്? അതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ഉൾപ്പെടെയുള്ളവർ ഇടപെടേണ്ടതും ശക്തമായ നടപടിയെടുക്കേണ്ടതുണ്ട്. അത് പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടോ?
നമുക്ക് ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനുകൾ എന്ന കോൺസെപ്റ്റ് എത്രയോ നാളായിട്ട് വരികയും അതിൻ്റെ പരിശീലന പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നേ. എന്നിട്ടും ഇതൊക്കെ മനസ്സിലായില്ലെങ്കിൽ അവരൊരു ദേ ഷുഡ് ലേൺ എ ഹാർഡ് ലെസൺ. അത് കൃത്യമായി തന്നെ അവരെ പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിലെവിടെയൊക്കെയാണ് ബാലാവകാശ ലംഘനം നടത്തിയിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടിയുടെ പുറത്ത് അതിക്രൂരമായ ആക്രമണം ഉണ്ടാകുന്നു. ബോധം കെട്ട ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഈ മുറിയിൽ കൊണ്ട് കിടത്തുമ്പോൾ പോലും അതിലുള്ള ആർക്കും തോന്നുന്നില്ല ഇതൊരു വൈദ്യശാസ്ത്രപരമായ പ്രശ്നം ഇതിലുണ്ടായിരിക്കുമെന്ന്. എന്നിട്ട് ഈ വീട്ടുകാരെ കൃത്യമായി അറിയിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ സംവിധാനങ്ങൾ നിൽക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലും ഇത് എത്ര സ്ഥലത്താണ് ഒരു കുട്ടിയുടെ അവകാശത്തിൻ്റെ പുറത്തുള്ള ലംഘനം നടന്നിരിക്കുന്നത്. ഇത് കൃത്യമായി ഇടപെടേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഈ ഞാനിപ്പോൾ ജവഹർ നവോദയ സ്ഥാപനങ്ങളെ അങ്ങ് അടച്ചാക്ഷേപിക്കുകയൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ സ്ഥാപനത്തെക്കുറിച്ച് വളരെ കൃത്യമായ പരാതികൾ പലയിടത്തും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് കേട്ടിട്ടുണ്ട്. അതിലുള്ള ട്രോമയും മറ്റും ഉണ്ടായിട്ടുള്ള കുട്ടികളെ ഞാൻ കാണുകയും അവരുടെ ചികിത്സ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. യഥാർത്ഥത്തിൽ ഈ സംവിധാനം കൃത്യമായി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ഏറ്റവും രസം അതല്ല, എനിക്ക് ആ പ്രിൻസിപ്പൾ പറഞ്ഞ വാക്കാണ് വളരെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇന്നേ ചാർജ് എടുത്തുകൊള്ളുന്നു. സർ, താങ്കൾ ഇന്നല്ല ഈ സമയത്താണ് ചാർജ് എടുത്തതെങ്കിലും അവിടെ ഒരു അപകടം നടന്നാൽ എന്താണ് താങ്കൾ ചെയ്യേണ്ടതെന്ന് താങ്കളെ ആ സംവിധാനം പഠിപ്പിച്ചില്ലെങ്കിൽ ഒന്നുകിൽ താങ്കൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ആ സംവിധാനത്തിന് ഗുരുതരമായ പ്രശ്നമുണ്ട്. അതെ, അപ്പോൾ ഈ കുട്ടികളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അവർ ആദ്യമേ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണ് എന്നൊരു ചോദ്യം.